മാൾ ഓഫ് ട്രാവൻകൂറിൽ വെച്ച് SFI പ്രവർത്തകരുടെ മർദ്ദനമേറ്റ സിവിൽ പോലീസ് ഓഫീസർ മിഥുൻ റോയ്ക്കെതിരെ കർശനമായ വകുപ്പുതല നടപടിക്ക് നീക്കം. മിഥുന്റെ മുൻകാല ഇടപെടലുകളുമായി ബന്ധപ്പെട്ട് നിലവിൽ നടക്കുന്ന 3 വ്യത്യസ്ത അന്വേഷണം റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും നടപടി. സംഭവത്തിൽ മിഥുനും ഒപ്പമുണ്ടായിരുന്ന യുവതിക്കുമെതിരെ ചുമത്തിയിരുന്ന വധശ്രമം ഉൾപ്പെടെയുള്ള ഗുരുതര വകുപ്പുകൾ പോലീസ് ഒഴിവാക്കിയെങ്കിലും ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്നുണ്ടായ പഴയ വീഴ്ചകൾ ഗൗരവത്തോടെയാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് കാണുന്നത്. SFI DYFI പ്രവർത്തകരും മിഥുനും തമ്മിലുള്ള പോര് വർഷങ്ങൾക്ക് മുൻപേ തുടങ്ങിയതാണെന്ന് അന്വേഷണത്തിൽ വ്യക്തമാകുന്നു. പേട്ട സ്റ്റേഷൻ സംഭവം 1.5 വർഷം മുൻപ് ഹെൽമറ്റ് ധരിക്കാതെ വാഹനമോടിച്ച DYFI നേതാവിനെതിരെ പിഴ ചുമത്തിയതുമായി ബന്ധപ്പെട്ട് പേട്ട സ്റ്റേഷനിൽ വലിയ സംഘർഷമുണ്ടായിരുന്നു. അന്ന് പ്രവർത്തകർക്കെതിരെ ലാത്തി വീശിയ സംഘത്തിൽ മിഥുൻ ഉണ്ടായിരുന്നുവെന്ന ആരോപണം ശക്തമാണ്. സിഞ്ഞ പുതുവത്സര തലേന്ന് ശംഖുമുഖത്ത് വെച്ച് SFI പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിലും മിഥുനെതിരെ പരാതിയുണ്ടായിരുന്നു. ഈ സംഭവങ്ങളിലെ വൈരാഗ്യമാണ് മാളിലെ അപ്രതീക്ഷിത ആക്രമണത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. മിഥുൻ റോയുടെ ഭൂതകാലത്തെക്കുറിച്ചുള്ള പോലീസ് റിപ്പോർട്ടുകൾ ഉദ്യോഗസ്ഥന് അനുകൂലമല്ല. 2024 ഏപ്രിലിൽ വട്ടിയൂർക്കാവിൽ വെച്ച് മിഥുനും കുടുംബവും വീടുകയറി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ 12 പേർക്കെതിരെ കേസെടുത്തിരുന്നു. എന്നാൽ മിഥുൻ മദ്യപിച്ച് വാഹനമോടിച്ച് നാട്ടുകാരനെ ഇടിക്കാൻ ശ്രമിച്ചതാണ് പ്രകോപനത്തിന് കാരണമായതെന്ന് ആരോപണമുയർന്നിരുന്നു. ഈ സംഭവത്തെ തുടർന്ന് നെട്ടയത്തെ പൗരസമിതി മിഥുനെതിരെ പരസ്യമായി രംഗത്തെത്തുകയും ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. ഈ കേസുകളിലെല്ലാം വകുപ്പുതല അന്വേഷണം പുരോഗമിക്കുകയാണ്. മാളിലെ അക്രമവുമായി ബന്ധപ്പെട്ട് ആദ്യം തയ്യാറാക്കിയ FIR വലിയ വിവാദമായിരുന്നു. സ്വയം പ്രതിരോധത്തിനായി മിഥുൻ ഇടിവള ഉപയോഗിച്ചതിനെ വധശ്രമമായി ചിത്രീകരിച്ചതും ഒപ്പമുണ്ടായിരുന്ന യുവതി അക്രമത്തിന് പ്രേരിപ്പിച്ചു എന്ന മൊഴിയും പോലീസിനെ പ്രതിരോധത്തിലാക്കി. ഫോർട്ട് AC-യുടെ നേതൃത്വത്തിൽ നടന്ന ഈ അന്വേഷണം വസ്തുതകൾ മറച്ചുവെക്കാനാണെന്ന ആക്ഷേപം സേനയ്ക്കുള്ളിൽ തന്നെയുണ്ട്. അതേസമയം മിഥുനെ മർദ്ദിച്ച SFI പ്രവർത്തകരായ വിനയ് പ്രകാശ്, സുർജിത്ത് എന്നിവർക്ക് സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തി വിട്ടയച്ചതും പോലീസിന്റെ ഇരട്ടത്താപ്പായി വിമർശിക്കപ്പെടുന്നു. തുടർച്ചയായ വിവാദങ്ങളും ഡ്യൂട്ടിയിലെ ക്രമക്കേടുകളും പരിഗണിച്ച് മിഥുൻ റോയെ സസ്പെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. സിറ്റി പോലീസ് കമ്മീഷണർ ആവശ്യപ്പെട്ട പ്രത്യേക റിപ്പോർട്ടും രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കണ്ടെത്തലുകളും മിഥുന് തിരിച്ചടിയാകും. മനോവിഷമം കാരണം താൻ ആത്മഹത്യയുടെ വക്കിലാണെന്ന് മിഥുൻ വ്യക്തമാക്കുമ്പോഴും ഉദ്യോഗസ്ഥന്റെ പെരുമാറ്റ ദൂഷ്യം ഉയർത്തിക്കാട്ടി നടപടിയുമായി മുന്നോട്ടു പോകാനാണ് അധികൃതരുടെ തീരുമാനം.